ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടി നേരത്തെ കൂട്ടി തീരുമാനിച്ച് കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ്. അതിൻ്റെ നേതൃസ്ഥാനത്ത് കാണുന്ന ആളുകൾ എന്ന് പറയുന്നത് അമിത്ഷാ അല്ലെങ്കിൽ JP നഡ്ഡ, നരേന്ദ്രമോദിയും മാത്രമല്ല. ഇവരുടെ പുറകിൽ പ്രൊഫഷണലുകളുടെ വലിയൊരു സംഘമുണ്ട്. പക്ഷേ ഇവരാരും വന്നപ്പോഴത്തേക്കാളും വലിയൊരു ഇളക്കം ഉണ്ടാക്കാനായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചു. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒരു കാരണം ഇദ്ദേഹത്തെ പ്രസിഡൻ്റായിട്ട് ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളത്. ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചു കാണില്ല എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഇടതുപക്ഷ വോട്ടുകൾ BJPയിലേക്ക് പോയി. BJP നിർത്തിയ സ്ഥാനാർത്ഥികൾ അത്ര കേമന്മാരൊന്നും അല്ല എങ്കിൽ പോലും കണ്ണൂർ ജില്ലയിൽ പോലും, വടകരയിൽ, കണ്ണൂർ, കോഴിക്കോട്ടൊക്കെ ഇടതുപക്ഷ വോട്ടുകൾ ചോർന്ന് BJPയിൽ. BJPക്കാരും RSSകാരും അടിസ്ഥാനപരമായിട്ട് വലിയ മാർക്സിസ്റ്റ് വിരോധികളായിരുന്നു. മാർക്സിസ്റ്റുകാർ അതുപോലെ തന്നെ BJP RSS വിരുദ്ധരുമായിരുന്നു. പക്ഷേ അങ്ങനെ ഏറ്റുമുട്ടി പരസ്പരം മല്ലടിച്ച് പരസ്പരം കൊല്ലേണ്ടവരല്ല നമ്മൾ എന്ന് മുരളീധരനാണ് ആദ്യം പറഞ്ഞത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നതിന് പിന്നാലെ ഒട്ടേറെ ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ടും ഇനി അങ്ങോട്ടുള്ള BJPയുടെ പ്രവർത്തന രീതിയെ സംബന്ധിച്ചുമൊക്കെ തന്നെ നടന്നു കഴിഞ്ഞു. എങ്കിലും ചില പോയിന്റുകൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടാത്തതായി നമുക്ക് തോന്നുകയാണ്. അതിലേക്ക് പോകാൻ നമുക്കിന്ന് നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി വന്നു. അദ്ദേഹം ഒരു ഓപ്പൺ മൈൻഡുമായിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോടൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പല കോണുകളിൽ നിന്നും ഉയരുന്ന ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു അഭിപ്രായം പങ്കുവയ്ക്കലായി വരുന്നത് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ കേരളത്തിൽ പിടിച്ചു നിൽക്കും, അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയം അറിയില്ല, ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് എങ്ങനെ കേരളം പോലൊരു സംസ്ഥാനത്ത് BJP പോലൊരു പാർട്ടിയെ നയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചില കോണുകളിൽ നിന്നൊക്കെ വരുന്ന ചോദ്യം. അല്ല, സ്വാഭാവികമായിട്ടും ഏത് സ്ഥാനത്ത് വന്നാലും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, പല അഭിപ്രായങ്ങളുണ്ടാവും. ചിലർ അതിനെ ന്യായീകരിക്കും, ചിലർ അതിനെ വിമർശിക്കും, ചിലർ ഗുണദോഷങ്ങൾ അവരുടേതായ രീതിയിൽ തുലനം ചെയ്ത് നോക്കും. അതൊക്കെ സ്വാഭാവികമല്ലേ. ഇപ്പോൾ നരേന്ദ്രമോദി 2013 BJP അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാൻ തീരുമാനിച്ച ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊരു കീഴ്മാട് എന്ന സ്ഥലത്ത് നിന്ന് ദേശത്തുള്ള എൻ്റെ വീട്ടിലേക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നുണ്ട് ഉള്ള മെറിറ്റ് ഇന്നതാണ്, ഇന്ന ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്, അതിന് ഡീമെറിറ്റ്സ് ഇന്നതാണ്. ഒന്ന് ആലോചിച്ചു, അന്നത്തെ നിലയ്ക്ക് ആലോചിച്ചാൽ ഡീമെറിറ്റാണ് കൂടുതൽ. കാരണം മോഡിയെപ്പോലെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജുള്ള ഒരാൾ ഒരു പാൻ ഇന്ത്യൻ ഇലക്ഷനിൽ രാജ്യത്തെ എല്ലാവരും ബാധിക്കുന്ന വിഷയമാണ്. അദ്ദേഹം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന വിപരീത വികാരം എന്തായിരിക്കും എന്നുള്ളതിനാണ് ഞാനും പ്രാധാന്യം കൊടുത്തു. മാത്രമല്ല ചില ഘടകകക്ഷികളെങ്കിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിന്ന് പിണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡ് പിണങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ അവിടെ ഉണ്ട്. അതേസമയത്ത് അദ്ദേഹം വരുന്നതുകൊണ്ട് ചില മേന്മകളുണ്ട്. ഒരു വികസന നായകൻ, വികസന പരിപ്രേക്ഷ്യം മുന്നോട്ട് വന്നു. പിന്നെ തീവ്ര ഹിന്ദുത്വം എന്ന ആശയത്തെ മുന്നോട്ട് വന്നു. പിന്നെ പുതിയ ഇന്ത്യയെ നയിക്കാൻ പുതിയ നായകൻ എന്ന ഒരു വലിയ ഇമേജ്, ഒരു ലാർജർ ദാൻ ദ ലൈഫ് പ്രോസ്പെക്റ്റീവ് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയൊക്കെയുള്ള മേന്മകളും എടുത്ത് പറയും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഏത് സ്ഥാനത്ത് ആര് വന്നാലും ഇതുപോലുള്ള വിമർശനം ഉണ്ടാവും. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ വന്നപ്പോഴുണ്ടായിരുന്നു, ശ്രീധരൻപിള്ള വന്നപ്പോഴുണ്ടായിരുന്നു, സുരേന്ദ്രൻ വന്നപ്പോഴുണ്ടായിരുന്നു. പക്ഷേ ഇവരാരും വന്നപ്പോഴത്തേക്കാളും വലിയൊരു ഇളക്കം ഉണ്ടാക്കാനായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചു. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒരു കാരണം ഇദ്ദേഹത്തെ പ്രസിഡൻ്റായിട്ട് ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളത്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. പല പേരുകളും പറഞ്ഞു കേട്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാകും എന്ന് ആരും തന്നെ വിചാരിച്ചില്ല. ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചു കാണില്ല എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ തീരെ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരാൾ. രണ്ടാമത് ഇദ്ദേഹത്തിന് എടുത്തു പറയാവുന്ന ചില മേന്മകളുണ്ട്. കേരളത്തിലെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒന്നാമത് രാഷ്ട്രീയക്കാരനല്ല, അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല അദ്ദേഹം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്നോ യുവജന പ്രസ്ഥാനത്തിൽ നിന്നോ അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനത്തിൽ നിന്നോ വന്ന ആളല്ല. അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഒരു ടെക്നോക്രാറ്റ് ആയിരുന്നു. പിന്നീട് ഒരു ബിസിനസ്സുകാരനായിട്ട് മാറി, ഒരു വിജയിച്ച ബിസിനസ്സുകാരനാണ്. ഒരു വ്യവസായി എന്ന രീതിയിലാണ് അദ്ദേഹം, അതും ജനതാദളിൻ്റെ ഒരു സ്വതന്ത്രനായിട്ടാണ് രാജ്യസഭയിലേക്ക് ജയിക്കുന്നത്. പിന്നെയാണ് BJP അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത്. അദ്ദേഹം കേന്ദ്രത്തിൽ സഹമന്ത്രിയായി. അപ്പോഴൊന്നും നമ്മൾ അദ്ദേഹത്തെ ഒരു BJP നേതാവായിട്ട് കണക്കാക്കിയിട്ടില്ല. അങ്ങനെ ഒരു BJPക്കാരനെ അല്ല അദ്ദേഹം. പിന്നീട് പുള്ളി തിരുവനന്തപുരത്ത് മത്സരിച്ചു. അപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ഹൈടെക് പ്രചരണമായിരുന്നു. പിന്നെ പ്രൊഫഷണൽസാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത്. ഇങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യസ്തതകളുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി അദ്ദേഹം തിരുവനന്തപുരത്ത് പയറ്റി.
ചെറിയ വ്യത്യാസത്തിലാണെങ്കിൽ പോലും പരാജയപ്പെടും. അപ്പോൾ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് രാജീവ്. അദ്ദേഹത്തോട് തുലനം ചെയ്യാവുന്ന ഒരാൾ കേരളത്തിലുണ്ടെങ്കിൽ അത് ശശി തരൂർ മാത്രമാണ്. തരൂരും ഈ പറഞ്ഞ പോലെ തികച്ചും വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത ബുദ്ധിജീവിയാണ്. ഇദ്ദേഹവും രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു വ്യവസായിയാണ്. പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഒരാൾ ബുദ്ധിജീവിയാണ്, മറ്റേ വ്യവസായിയാണ്. കാരണം നമുക്കറിയാം, ഒരു ബുദ്ധിജീവി എന്നുള്ള നിലയ്ക്ക് പേരെടുക്കുന്നതിനേക്കാൾ എത്രയോ ദുഷ്കരമാണ് ഒരു വ്യവസായി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച് ലാഭമുണ്ടാക്കുക. ഈ ലാഭമാണല്ലോ വ്യവസായത്തിൻ്റെ അല്ലെങ്കിൽ വാണിജ്യത്തിൻ്റെ ബിസിനസ്സിൻ്റെ അടിസ്ഥാന തത്വം ലാഭമാണ്. അപ്പോൾ അങ്ങനെ വിജയം ഭരിച്ചാൽ ലാഭം കൊയ്ത ഒരു വ്യവസായിയാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ കാൽവെപ്പ്, പുതിയ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? അത് രാഷ്ട്രീയമാണ്. അത് കേരളം പോലൊരു സംസ്ഥാനത്ത് BJP എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ ഒരു നായക സ്ഥാനത്ത് അദ്ദേഹം വന്നിരിക്കുന്നു. അപ്പോൾ ഇത് ആളുകളുടെ വലിയൊരു അമ്പരപ്പും ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഈ പുള്ളി വരുന്നുണ്ട്, ആർക്കാണ് ഗുണം, ആർക്കാണ് ദോഷം, LDFന് എത്ര പോകും, UDFന് എത്ര കിട്ടും, BJPക്ക് വല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളെങ്കിലും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പല പത്രങ്ങളും മിക്കവാറും ടെലിവിഷൻ ചാനലുകളൊക്കെ ഈ വിഷയം വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. പിന്നെ വാർത്താ മാധ്യമങ്ങളെ സംബന്ധിച്ച് വേറൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ കാണുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലിൻ്റെ മുതലാളി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഒരു ന്യൂസ് ചാനലിൻ്റെ മുതലാളി കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുമ്പോൾ മറ്റ് മുതലാളിമാർക്കും സ്വാഭാവികമായിട്ട് അതിൻ്റേതായ ചില ആശങ്കകൾ, ചില വേവലാതികൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിരവധി ഘടകങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ രംഗപ്രവേശം വലിയൊരു ചർച്ചയായിട്ട് മാറിയത്. BJPയുടെ നേതൃസ്ഥാനത്ത് O രാജഗോപാൽ മുതൽക്ക് K സുരേന്ദ്രൻ വരെ എത്ര ആളുകൾ വന്നിട്ടില്ലേ? അന്നൊന്നും ഇല്ലാത്ത ചർച്ച ഇപ്പോഴുണ്ടായതിൻ്റെ കാരണം ഇതാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. മാത്രമല്ല തികച്ചും വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. മാത്രമല്ല നമ്മുടെ ഇടത്തരക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസിൻ്റെ ഇടയിലൊക്കെ അവരൊരു റോൾ മോഡലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അതായത് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും, കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന, സാങ്കേതിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള, ബിസിനസ്സിൽ വിജയം ഭരിച്ച ഒരു മനുഷ്യൻ. ഇങ്ങനെ ഒരാളെയാണ് നമ്മുടെ ഈ അപ്പർ മിഡിൽ ക്ലാസ്സുകാർ സ്വപ്നം കാണുന്നത്, അല്ലാതെ പരമ്പരാഗത രാഷ്ട്രീയക്കാരെയല്ല. അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് മാറി ചിന്തിക്കുന്ന ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഈ ഒരു പ്രത്യേകത അത് ഒരു വലിയ പരിധി വരെ തരൂരിനുമുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ BJPയുടെ നേതൃസ്ഥാനത്ത് വരികയാണ്. അതേസമയത്ത് ഇദ്ദേഹത്തിന് ചില പരാധീനതകളുണ്ട്. എന്ന് വെച്ചാൽ ഒന്നാമത് അദ്ദേഹം ഒരു സംഘാടകനല്ല. ഈ ഒരാളെ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഇപ്പോൾ ശശി തരൂരിനെ നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് എവിടേക്ക് സങ്കല്പിക്കാം, എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് പരീക്ഷിക്കാം. പക്ഷേ അദ്ദേഹത്തെ KPCC പ്രസിഡൻ്റാക്കി അല്ലെങ്കിൽ ഇരിക്കും. ഒന്നാലോചിച്ച് നോക്കും, തരൂരിന് KPCC പ്രസിഡൻ്റായിട്ട് ശോഭിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല. K സുധാകരന് പറ്റും, അല്ലെങ്കിൽ അതുപോലെ ഒരാൾക്ക് പറ്റും. പക്ഷേ തരൂരിന് പറ്റിയെന്ന് കാരണം അദ്ദേഹത്തിൻ്റെ രീതികൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഇതുമായി പൊരുത്തപ്പെടുന്നതല്ല. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു പൊസിഷനിലേക്കാണ് ഇപ്പം നമ്മൾ BJP രാജീവ് ചന്ദ്രശേഖരനെ കൊടുക്കുന്നത്. അപ്പോൾ അതിലൊരു കൗതുകം കൂടി ആളുകളുടെ ഇടയിൽ ഇതുപോലെ ഒരാളെങ്ങനെ പാർട്ടിയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കും, സാധാരണക്കാരായ പ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ ഇടത്തരം നേതാക്കന്മാർ, ജില്ലാ ഭാരവാഹികളൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, അവരുമായിട്ട് എങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ നടക്കുന്ന പരിപാടികൾക്ക്, സമരങ്ങൾക്ക് ഇദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള പിന്തുണ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ചില ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ BJP നമ്മൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് വളരെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നേരത്തെ കൂട്ടി തീരുമാനിച്ച് കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ്. അതിൻ്റെ നേതൃസ്ഥാനത്ത് കാണുന്ന ആളുകൾ എന്ന് പറയുന്നത് അമിത്ഷാ അല്ലെങ്കിൽ JP നഡ്ഡ, നരേന്ദ്രമോദിയും മാത്രമല്ല. ഇവരുടെ പുറകിൽ പ്രൊഫഷണലുകളുടെ വലിയൊരു സംഘമുണ്ട്. ആരെ എവിടെ പ്ലേസ് ചെയ്താലും എന്ത് പ്രയോജനം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളൂ, അല്ലെങ്കിൽ അത് കണക്കൂട്ടി കണ്ടുപിടിച്ച് ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വലിയ സംവിധാനം BJPയുടെ ഈ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തൊട്ട് പിന്നിലുണ്ട്. അവരെ നമുക്ക് ആർക്കും അറിയില്ല, ഈ ബുദ്ധിജീവി വർഗത്തെ. അവരാണ് ഇതുപോലുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് പാർട്ടിക്ക് പ്രപ്പോസൽ കൊടുക്കുന്നത്. ഒരു പക്ഷേ അവരായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പേര് പ്രൊജക്റ്റ് ചെയ്തിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ആരും സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചോയ്സാണ് രാജീവ് ചന്ദ്രശേഖരൻ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം BJP 14 റവന്യൂ ജില്ലകളെ 30ആയിട്ട് വിഭജിച്ചു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല എന്ന് വെച്ചാൽ 3 ജില്ലകളാണ്, എറണാകുളം ജില്ല 3 ജില്ലയാണ്, കൊല്ലം 3 ജില്ലയാണ്, തൃശ്ശൂർ 3 ജില്ലയാണ്, കോഴിക്കോട് 3 ജില്ലയാണ്. കാരണം ഈ മറ്റൊക്കെ 2 ജില്ലകളാണ്. അപ്പോൾ അങ്ങനെ 30 ജില്ലകളായിട്ട് വിഭജിച്ച് അവിടെ മിക്കവാറും പുതുമുഖങ്ങളെ ഈ ജില്ലാ അധ്യക്ഷന്മാരായിട്ട് കൊണ്ടുപോകും.
അങ്ങനെ മൊത്തത്തിൽ ഈ പാർട്ടിക്ക് ഒരു മുഖവ്യതിയാനം വരികയാണ്, ഒരു ഫേസ് ചേഞ്ച് വരികയാണ്. പണ്ടുണ്ടായിരുന്ന ആളുകളല്ല ഇനി ബി ജെ പിയെ നയിക്കുന്നത്. ഇനിയിപ്പോൾ സെക്രട്ടറിമാരെ നിയമിക്കുമ്പോഴൊക്കെ ഇതുപോലെ രക്തത്തിന് പ്രാധാന്യം നൽകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ പാർട്ടിയുടെ ഇതുവരെയുള്ള ഒരു ഇമേജ് മാറ്റുകയാണ്, അതിൻ്റെ പ്രതീകങ്ങൾ മാറുകയാണ്, പ്രതിരൂപങ്ങൾ മാറുകയാണ്. പുതിയ ഒരു ബി ജെ പി, സംസ്ഥാന ബി ജെ പിക്ക് പുതിയൊരു ഭാവവും പുതിയ ഒരു ഭാവുകത്വവും നൽകാനുള്ളൊരു ശ്രമമാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്ന് നമ്മൾ ന്യായമായിട്ടും വിചാരിക്കണം. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ല, നമ്മൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും ബി ജെ പി അവരുടെ പിടി മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇക്കഴിഞ്ഞ ഈ ഹരിയാന തിരഞ്ഞെടുപ്പാണെങ്കിലും ഡൽഹി തിരഞ്ഞെടുപ്പാണെങ്കിലും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പാണെങ്കിൽ തന്നെയും അവിടെയൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പ്രകടനമാണ്, പലരും മുൻകൂട്ടി പ്രവചിച്ചതിനേക്കാളൊക്കെ തന്നെ ഉജ്ജ്വല പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. പക്ഷേ കേരളത്തിലേക്ക് നോക്കുമ്പോൾ ബി ജെ പിക്ക് ഇത്തരത്തിലുള്ളൊരു വളർച്ച നേടാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയായിരിക്കാം അതിൻ്റെ കാരണങ്ങൾ? അല്ല, ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ ഇത് കേട്ട് പറയാം. കേരളത്തിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൽ ഏതാണ്ട് 45% വോട്ടർമാർ, ജനസംഖ്യയിൽ അതിൽ കൂടുതലുണ്ട്. വോട്ടർമാരിലെ 45% അതിൽ കൂടുതലോ ന്യൂനപക്ഷ സമുദായക്കാരാണ്. അതിൽ തന്നെ ഏതാണ്ട് 30%, 28, 29, 30% മുസ്ലിം വോട്ടർമാരാണ്. അതിൽ നിന്ന് ബി ജെ പിക്ക് ഒറ്റ വോട്ട് കിട്ടുകയില്ല. ക്രിസ്ത്യൻ വോട്ടർമാരുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല. പിന്നെ ഹിന്ദുക്കളുടെ പ്രധാന പാർട്ടി എന്ന് പറഞ്ഞാൽ CPM ആണ്, അല്ലെങ്കിൽ ഇടതുപക്ഷമാണ്. അപ്പോൾ ഹിന്ദു വോട്ട് കിട്ടുകയില്ല, ന്യൂനപക്ഷ വോട്ട് കിട്ടുകയില്ല. ഇതാണ് ബി ജെ പിക്ക് പൊതുവേ സംഭവിച്ചിട്ടുള്ള ഒരു വലിയ പരാധീനത കേരളത്തിൽ. ഒന്നാമത്. രണ്ടാമത്, കേരള രാഷ്ട്രീയം രണ്ട് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളായിട്ട് നിൽക്കുകയാണ്. ഒന്ന് UDF ആണ്, മറ്റേ LDF ആണ്. ഈ രണ്ട് മുന്നണിയിലും ബി ജെ പിക്ക് ഇടമില്ല. അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നു എന്നിരിക്കലും അതനുസരിച്ചുള്ള ഒരു പുരോഗതി പാർട്ടിക്ക് കൈവരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് രണ്ടും കൂടാതെ ബി ജെ പിക്ക് പിന്നെ ഒരു വലിയ പരാധീനതയുള്ളത് ഇവിടെ വിശ്വാസ്യതയുള്ള ഒരു ലീഡർഷിപ്പില്ല എന്നുള്ളതാണ്. ബി ജെ പിക്ക് നേതാക്കന്മാർക്കൊന്നും ഒരു കുറവില്ല, പക്ഷേ ഈ ജനങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഇൻസ്പയർ ചെയ്യാൻ പറ്റിയ ലീഡർഷിപ്പ് പാർട്ടിക്കില്ല. ഇപ്പോൾ കെ സുരേന്ദ്രൻ വന്നപ്പോൾ വലിയ പ്രതീക്ഷകളുണ്ട്, പക്ഷേ വലിയ അത്ഭുതമൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം വന്നപ്പോൾ തൊട്ട് അദ്ദേഹത്തോട് എതിർപ്പുള്ള ആളുകളെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ പരമാവധി നിർവീര്യമാക്കി. സർക്കാരിനെതിരായിട്ട് നേരെ ഒരു സമരം പോലും നടത്താനായിട്ട് നമ്മുടെ സുരേന്ദ്രൻ്റെ സംഘത്തിന് സാധിച്ചില്ല. നേരെ വെച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഇവർ കുറെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി. ഇപ്പോൾ ഇതാണ് ഒരു പരാധീനത. അപ്പോൾ നേതൃത്വം വളരെ വീക്കാണ്. പിന്നെ ഗ്രൂപ്പിസത്തിന് യാതൊരു കുറവില്ല. കോൺഗ്രസിനേക്കാൾ വലിയ ഗ്രൂപ്പാണ് ബി ജെ പിയിൽ. അപ്പോൾ ഈ ഒരു ജീർണിച്ച നേതൃത്വമാണ് ഇതിലെ മൂന്നാമത്തെ പരാധീനത. ഇനി ഇതിനെ എങ്ങനെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ, അപ്പോൾ അതിൻ്റെ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ നേതൃത്വ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. 30 പുതിയ ജില്ലാ അധ്യക്ഷന്മാർ വരും, പുതിയ സംസ്ഥാന പ്രസിഡന്റ് വരും. ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരുമിച്ച് ഏറ്റെടുക്കുന്ന ഒരു പ്രസിഡന്റ് ആയിരിക്കില്ല. അങ്ങനെ ഏറ്റെടുക്കാനുള്ള ത്രാണിയൊന്നും രാഷ്ട്രീയമായ മെയ്വഴക്കമൊന്നും രാജീവ് ചന്ദ്രശേഖരനില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിലും പുറകിലൊക്കെ ഈ പറഞ്ഞ പോലെ ബുദ്ധിമാന്മാരായ അല്ലെങ്കിൽ പ്രഗത്ഭരായ ഉപദേശകർ ഉണ്ടായേ മതിയാവുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൽ എത്ര ജില്ലകളുണ്ടെന്നോ എത്ര താലൂക്കുകളുണ്ടെന്നോ ഇവിടെ എത്ര ഹിന്ദുക്കളുണ്ട്, എത്ര അഹിന്ദുക്കളുണ്ട്, എത്ര നായന്മാരുണ്ട്, എത്ര ഈഴവരുണ്ട് എന്നൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നല്ല. അത് എളുപ്പമുള്ള കാര്യമല്ല. അന്ന് പഠിച്ചു വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കും. ഏതാണ്ട് ഒരു കൊല്ലത്തിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കും, 9 മാസത്തിനകത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കും. അപ്പോൾ ഈ രണ്ടിലേക്കും പാർട്ടിയെ സംവിധാനത്തെ സജ്ജമാക്കണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതേസമയത്ത് ബി ജെ പിക്ക് സംഘടനാ രംഗത്ത് ചില മേന്മകളുണ്ട്. ഇപ്പോൾ CPM കോൺഗ്രസും കഴിഞ്ഞാൽ സംസ്ഥാനത്ത് എമ്പാടും ഉള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി. അത്രയും ഒരു സംഘടനാ സംവിധാനം ഇപ്പോൾ CPM കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിക്കാണ്, അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിനുള്ളൂ. കാരണം കോൺഗ്രസിൻ്റെ പ്രാദേശിക തലത്തിലുള്ള സംഘടനാ സംവിധാനം ദുർബലവും ശിഥിലവുമാണ്. അപ്പോൾ അങ്ങനെ സംഘടനാ സംവിധാനമുണ്ട്, RSSൻ്റെ ഒരു പിൻബലമുണ്ട്, സംഘടനാ സംവിധാനമുണ്ട്. എവിടെയും രണ്ട് ബി ജെ പിക്കാരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. മലപ്പുറം ജില്ലയിൽ പോലും ബുദ്ധിമുട്ടില്ല. പിന്നെ എല്ലാ പാർട്ടികളെ അപേക്ഷിച്ച് ബി ജെ പിക്ക് വലിയൊരു മേന്മയുണ്ട്, പണമുണ്ട്. പണത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും അധികം പണമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി. കേരളത്തിലും എത്ര പണം ചെലവഴിക്കാനും അവർക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് കാണാം, ജയസാധ്യതയുള്ള ഒരു ഡിവിഷനിൽ അല്ലെങ്കിൽ ഒരു വാർഡിൽ എത്ര പ്രവർത്തകരെയാണ് അവർ രംഗത്തിറക്കുന്നത്, എത്ര പണമാണ് ചിലവഴിക്കുക, എത്ര പോസ്റ്ററാണ്, എത്ര ബാനറാണ്. പണം കുറഞ്ഞു പോയിട്ട് ഒരു ബി ജെ പിയുടെ സ്ഥാനത്ത് തോറ്റു എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത്രയധികം എഫർട്ട് അവരെടുക്കുന്നുണ്ട്.
ആൾ വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് പിടിക്കാനുള്ള സംവിധാനം. ജയിക്കാൻ എന്തെങ്കിലും ചെറിയ സാധ്യത തോന്നിയാൽ അങ്ങനെ ചെയ്യും. ആ രീതിയിൽ പണവും ആൾ സ്വാധീനവും ബി ജെ പിക്ക് കിട്ടും. പക്ഷേ പ്രശ്നം കിടക്കുന്ന ഈ ലീഡർഷിപ്പിൻ്റെ കാര്യത്തിലാണ്. പിന്നെ ന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രീകരണം അതും ഒരു വലിയ പരാധീനതയാണ്. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ ഒന്നിപ്പോൾ നേതൃത്വത്തിൽ വന്ന മാറ്റമാണ്. രണ്ടാമത് ഈ ന്യൂനപക്ഷ വോട്ടുകളെ പരമാവധി സ്വാധീനിക്കുക, അവരെ കൂടി വശംവദരാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെക്കാളും ബി ജെ പിക്ക് വശപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈഴവ സമുദായം. ഈഴവർ ഒഴിച്ച് ബാക്കി എല്ലാ ഹിന്ദു സമുദായങ്ങളിലും ബി ജെ പി വളരെ കാര്യമായിട്ട് കടന്നു കയറി. കോൺഗ്രസിൻ്റെ നായർ വോട്ട് ബാങ്ക് ഏറെക്കുറെ പൂർണ്ണമായിട്ടും ബി ജെ പി ലിക്വിഡേറ്റ് ചെയ്തു. മുഴുവൻ ബി ജെ പി ആയിട്ട് മാറി. സവർണ്ണ സമുദായങ്ങൾ മുഴുവനും ബി ജെ പിയുടെ പിന്തുണക്കാരായി മാറി. അവർ ഒരുപക്ഷെ ഖാദറിട്ട് പ്രവർത്തനം നടത്തുന്നുണ്ടാവും, എങ്കിൽ പോലും ആന്തരികമായിട്ട് ബി ജെ പി ആയി. രണ്ടാമത് ഈ ഈഴവർ ഒഴികെയുള്ള മറ്റ് പിന്നാക്ക സമുദായക്കാരുണ്ട്. ഇപ്പോൾ ധീവര സമുദായം, വിശ്വകർമ്മ സമുദായം, ഹിന്ദു നാടക വിഭാഗം, ഇതിലുമൊക്കെ ബി ജെ പി നല്ല രീതിയിൽ കടന്നു കയറി. പട്ടിക സമുദായങ്ങൾക്കിടയിൽ പോലും അവർ സാമാന്യേന താരതമ്യേന അത്ര എളുപ്പമല്ല, അവിടെ പോലും ചൂടുറപ്പിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈഴവ സമുദായത്തിനാണ് തീരെ പറ്റാതെ. അതിലേക്കൊരു പാലമായിട്ടാണ് ഈ 2015-16 കാലത്ത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ മുൻനിർത്തിക്കൊണ്ട് BDJS ഉണ്ടാക്കിയത്. അതുവരെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറിയ വിഭാഗം എന്ന് വെച്ചാൽ ഒരു 10% അല്ലെങ്കിൽ 15% ഈഴവർ, അവർ കൂടി ബി ജെ പി ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ വോട്ടായിട്ട് പരിവർത്തനം ചെയ്യാൻ പറ്റിയ ഒരു ഭാവനാപൂർണ്ണമായ നേതൃത്വം കൂടി ഉണ്ടെങ്കിൽ ആ വിജയം വരിക്കാൻ കഴിയും എന്നവർ വിചാരിക്കുന്നു. മാത്രമല്ല ക്രൈസ്തവ സമുദായത്തിലേക്ക് ഇവരുടെ സ്വാധീനം ക്രമേണ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേറെ സാമൂഹികമായ വേറെ പല കാരണങ്ങളുമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ശക്തമായ ഇടപെടൽ അവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വേണം നമ്മൾ ഈ നേതൃമാറ്റത്തെ കാണാനായിട്ട്. ഈ ഡെമോഗ്രഫി പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും CPM-ൻ്റെ നല്ലൊരു ശതമാനം ഹിന്ദു വോട്ടും ബി ജെ പിയിലേക്ക് പോയതായി തോന്നുന്നില്ലേ? ബി ജെ പിയിലേക്കും ഒപ്പം തന്നെ കോൺഗ്രസ്സിലേക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം ഉണ്ടായെന്നുള്ളത് ശരിയാണ്. മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഇടതുപക്ഷ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി. ബി ജെ പി നിർത്തിയ സ്ഥാനാർത്ഥികൾ അത്ര കേമന്മാരൊന്നും അല്ല എങ്കിൽ പോലും കണ്ണൂർ ജില്ലയിൽ പോലും, വടകരയിൽ, കണ്ണൂർ, കോഴിക്കോട്ടൊക്കെ ഇടതുപക്ഷ വോട്ടുകൾ ചോർന്ന് ബി ജെ പിയിൽ. അത് മറ്റ് പല കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചാണ്. കാരണം ഇടതുപക്ഷവും വലതുപക്ഷവും വളരെ കൃത്യമായി ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നു. ഈ ഹമാസ് പോലുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയ ഒരു ദുസ്വാധീനമുണ്ട്. എല്ലാം കൊണ്ടും മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നൊരു തോന്നൽ, നടത്തുന്നുണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യം. അപ്പോൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടത്തുന്ന സമരങ്ങൾ, അല്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നടക്കുന്ന സമരങ്ങൾ, അല്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന ഗസയിൽ ആളുകൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുകൾക്കെതിരായിട്ട് ഇവിടെ നടക്കുന്ന വലിയ പ്രതിഷേധങ്ങൾ, അതൊക്കെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെയും അതുപോലെ ക്രൈസ്തവ സമുദായത്തെയും ഉത്കണ്ഠാകുലരാക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റെ ആശങ്കയുണ്ട്. ഈ പ്രക്ഷോഭമൊക്കെ ആത്യന്തികമായിട്ട് പഴയ ഖിലാഫത്ത് സമരം മൂർച്ഛിച്ച് മാപ്പിളലയായ പോലെ വായി മാറുമോ എന്ന ഭയം, എന്ന സംശയം ഇവരിലുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ വിഭാഗക്കാരൊക്കെ വോട്ട് മാറ്റി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, ആലപ്പുഴ മണ്ഡലത്തിലൊക്കെ കണ്ടത്. അപ്പോൾ ബി ജെ പി ശക്തനായിട്ടൊരു സ്ഥാനാർത്ഥി നിർത്തുകയാണെങ്കിൽ ആളുകൾക്ക് ആ വോട്ട് ബി ജെ പിക്ക് ചെയ്യാനും മടിയില്ല എന്നാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾ സൂചിപ്പിച്ചത്. പക്ഷേ ഇതേ ടെമ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രീതികൾ വ്യത്യസ്തമാണ്. അതിൽ വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കും. പക്ഷേ മിക്കവാറും ഇത്ര തന്നെ മെച്ചപ്പെട്ട പ്രകടനം പല സ്ഥലങ്ങളിലും കാഴ്ചവെക്കാൻ പറ്റില്ല എന്ന് വരും. ഞാൻ പറഞ്ഞത് അത് വേറൊരു പ്ലാറ്റ്ഫോമിലാണ് ആ മത്സരം നടക്കുന്നത്. അതാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബി ജെ പിക്ക് ഒരു 15% കുറയാതെ വോട്ട് ബേസ് ഉണ്ട്. ഒരു അനുകൂല സാഹചര്യത്തിൽ 20% 25% വർദ്ധിപ്പിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതിലേക്ക് വേണ്ട ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രൈസ്തവ സമുദായത്തിലേക്ക് ഇവർ ചൂണ്ടെടുത്ത്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈഴവ സമുദായത്തെ ഇവർ കൂടെ ചേർത്ത് പിടിക്കുന്നത്. അവരുടെ കൈവശത്തിലുള്ള ബി ജെ പി വോട്ടുകൾ അത് പരമാവധി ചോരാതെ അവർ സമാഹരിക്കാൻ ശ്രമിക്കും. ഇതുകൊണ്ടാണ്. പിന്നെ കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു കാരണവശാലും കോൺഗ്രസ് ജയിക്കുന്നവർക്ക് താല്പര്യമില്ല. കേരളത്തിലെ ബി ജെ പിക്കാരുടെ മൈൻഡ് സെറ്റല്ല കേന്ദ്രത്തിലെ ബി ജെ പിക്കാർക്കുള്ളത്. അവരാഗ്രഹിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അപ്പോൾ അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസും അവർ നയിക്കുന്ന UDF തോൽക്കുകയും ചെയ്യുകയാണെങ്കിൽ
അതായിരിക്കും സത്യം പറഞ്ഞാൽ കേന്ദ്ര നേതൃത്വത്തിന് ഏറ്റവും സന്തോഷം. ഈ അവരുടെ താല്പര്യം കോൺഗ്രസ് മുക്ത ഭാരതമാണല്ലോ, അല്ലാണ്ട് CPM മുക്ത ഭാരതമോ CPI മുക്ത ഭാരതമോ കൃഷ്ണൻകുട്ടിയുടെ ജനതാദൾ മുക്ത ഭാരതമൊന്നുമല്ല. അതിനൊന്നും അവർക്കൊരു താല്പര്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ CPM ഭരിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ പഴയ പോലെ CPM-ഉം BJP RSS തമ്മിൽ ഏറ്റുമുട്ടലോ വെട്ടും കുത്തൊന്നും ഇല്ലല്ലോ. ഇവർ കൊണ്ട് എന്തെങ്കിലും പറയും, അവരും ഇങ്ങോട്ട് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു വർഗ സഹകരണം നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. കോൺഗ്രസിനെ മാറ്റി നിർത്തുക എന്നുള്ള കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും ഏറെക്കുറെ ഒരേ താല്പര്യമാണ് താൻ. ഇപ്പോൾ അതൊരു പരസ്യമായിട്ടുള്ള വിമർശനത്തിലേക്കൊക്കെ പോവുകയാണ്. അതായത് CPM-ഉം കേരളത്തിലെ CPM-ഉം കേന്ദ്രത്തിലെ BJP-യും തമ്മിലൊരു അന്തർധാര ഇല്ലേ എന്ന് പലരും വളരെ പരസ്യമായി സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അത് മുഖ്യമന്ത്രിയും കേന്ദ്ര നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ആ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം സംസ്ഥാന നേട്ടത്തെക്കാൾ ഉപരി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ നേട്ടത്തിനാണ് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അല്ല, അങ്ങനെ പലതും നേതാക്കന്മാർ തമ്മിൽ പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകും, ഇനിയും ഉണ്ടാകും. അതല്ല ഉദ്ദേശിച്ചത്. മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയങ്ങളൊക്കെ അല്ല ഉദ്ദേശിച്ചത്. അതല്ല പ്രധാനം. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ രണ്ട് പാർട്ടികളും തമ്മിൽ പണ്ട് ബദ്ധശത്രുക്കളായിരുന്നു. വി മുരളീധരൻ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നപ്പോൾ അദ്ദേഹമാണ് നയവ്യതിയാനത്തിലേക്ക് പോയത്. BJP-കാരും RSS-കാരും അടിസ്ഥാനപരമായിട്ട് വലിയ മാർക്സിസ്റ്റ് വിരോധികളായിരുന്നു. മാർക്സിസ്റ്റുകാർ അതുപോലെ തന്നെ BJP RSS വിരുദ്ധരുമായിരുന്നു. പക്ഷേ അങ്ങനെ ഏറ്റുമുട്ടി പരസ്പരം മല്ലടിച്ച് പരസ്പരം കൊല്ലേണ്ടവരല്ല നമ്മൾ എന്ന് മുരളീധരനാണ് ആദ്യം പറഞ്ഞത്. മുരളീധരൻ പറഞ്ഞത് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും BJP-യുടെ മുഖ്യ ശത്രു കോൺഗ്രസ്സാണ്, അല്ലാണ്ട് CPM അല്ല എന്നാണ്. അവിടെയാണ് ഒരു വലിയ മാറ്റം ഉണ്ടാവും. പിന്നീട് CPM-ഉം ആ രീതിയിൽ തന്നെ ചിന്തിക്കുകയും അനാവശ്യമായ വെട്ടും കുത്തും കൊലപാതകങ്ങളൊക്കെ കുറയുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം. അതിനുശേഷം ഇവർ തമ്മിൽ അങ്ങനെ വലിയ ഒരു കൺഫ്രണ്ടേഷൻ ഇല്ലാതെ, ഏറ്റുമുട്ടലില്ലാതെ, ഉരസലില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കും. പക്ഷേ BJP-കാർ വോട്ട് മാറ്റി CPM-ന് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. CPM-കാർ BJP-ക്ക് ഞാൻ അത്രയും കൂടി സാധ്യതയില്ല. വോട്ട് മാറ്റി ചെയ്തിട്ടുള്ള സഹകരണമല്ല. BJP-യുടെ വോട്ട് BJP തന്നെ പിടിച്ചാൽ മതി. CPM-ന് അതാ ഇഷ്ടം. BJP-യുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നു. അതിൻ്റെ പരിണതഫലം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തോൽക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ UDF തോൽക്കുക എന്നുള്ളതാണ്. UDF തോൽക്കാന്ന് വെച്ചാൽ പിന്നെ വേറൊരു മൂന്നാം ശക്തി ഇല്ലാത്തതുകൊണ്ട് ആ സ്ഥലത്തേക്ക് LDF വീണ്ടും ജയിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലൊരു മാറ്റം ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുന്നത്. ഇപ്പോൾ മിഷൻ 2026-ഉമായിട്ട് ശക്തമായി പോകുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അദ്ദേഹം ഈ പിണറായി സർക്കാരിൻ്റെ വീഴ്ചകൾ, കോട്ടങ്ങൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഇപ്പോൾ പുതുതായിട്ട്. അല്ല, അതൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രാജീവ് ചന്ദ്രശേഖർ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്നിപ്പോൾ പ്രൊഫഷണലായിട്ടുള്ളൊരു ലീഡർഷിപ്പ് ഇല്ല. പ്രൊഫഷണൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു തൊഴിലിൽ നിന്ന് വന്നവർ എന്നുള്ള അർത്ഥത്തിലല്ല, ഈ രാഷ്ട്രീയത്തെ തന്നെ കള്ളികളായിട്ട് തിരിച്ച് ഓരോ ഘട്ടത്തിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യരുത് എന്ന വ്യക്തമായൊരു ധാരണ ഉള്ള നേതാക്കന്മാരില്ല. നേരെ മറിച്ച് കേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ BJP ആ രീതിയിൽ എക്വിപ്ഡാണ്. അവർക്ക് വലിയ സംവിധാനമുണ്ട്. ആ സംവിധാനം അനുസരിച്ചിട്ടാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. നേതാക്കന്മാരെ പ്രപ്പോസ് ചെയ്യുന്നത് അങ്ങനെയാണ്. നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ പറ്റാത്ത ആളുകൾ BJP-യിൽ ലീഡർഷിപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബംഗാളിൽ സുവേന്ദു അധികാരി എന്ന് പറഞ്ഞ മമതാ ബാനർജിയുടെ വലം കൈയായിരുന്ന ആളാണ്. അദ്ദേഹമാണ് BJP നയിക്കുന്നത്. BJP-ക്ക് ഭൂരിപക്ഷം കിട്ടിയ അധികാരിയായിരിക്കും മുഖ്യമന്ത്രി, അല്ലെങ്കിൽ മുകുൾ റോയി ആയിരിക്കും. മുകുൾ റോയിയും തൃണമൂൽ കോൺഗ്രസ്സുകാരനാണ്. ആസാമിൽ അത് ഇത് ചെയ്ത് പ്രാവർത്തികമാക്കി കഴിഞ്ഞു. അവിടെ ഹിമന്ത് കുമാർ ശർമ്മ ഹിമന്തകുമാർ കോൺഗ്രസ്സുകാരനായിരുന്നു. സമീപകാലം വരെ കോൺഗ്രസ്സിലേക്ക് മാറി, കോൺഗ്രസ്സിൽ നിന്ന് BJP-യിലേക്ക് മാറി വന്നാലാണ് അദ്ദേഹത്തെ ആസാമിൽ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞു. അതുപോലെ വിജയം ഭരിച്ച ഒരു മുഖ്യമന്ത്രി ആയിരുന്നല്ലോ ശിവരാജ് സിംഗ് ചൗഹാൻ. അദ്ദേഹം എത്രയോ തവണ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ലിയോ പറഞ്ഞ ആ തെരഞ്ഞെടുപ്പിൽ BJP തോൽക്കുന്നുള്ള എല്ലാവരും തീരുമാനിച്ചിരിക്കുകയാണ്. കമലും കമൽനാഥും തമ്മിലാണ് മത്സരം എന്ന്. കമൽ എന്ന് വെച്ചാൽ BJP-യുടെ ചിഹ്നമായ താമര, കമൽനാഥ് വെച്ചാൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്. കമൽനാഥ് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയം വരെ ജോത്സ്യനെ കണ്ട് കുറിച്ച് മേടിച്ചിരുന്നു. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ തോറ്റുപോയെന്ന് വെച്ചാൽ ഇദ്ദേഹം നമ്മുടെ ചൗഹാൻ അവിടുത്തെ ഒരു അച്യുതാനന്ദനാണ്. പുള്ളി സ്ത്രീകൾക്ക് വേണ്ടി ചില ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി. അവർക്ക് മാസം ആഴ്ചയിലോ എത്ര രൂപ കിട്ടുന്ന രീതിയിൽ, ചെറിയ പൈസയാണ് എങ്കിൽ പോലും അത് കൊടുക്കുന്ന രീതിയിൽ എന്തോ ചെറിയ ക്ഷേമ പരിപാടികളൊക്കെ നടപ്പാക്കി. അതിനെ തുടർന്ന് ഈ സ്ത്രീകൾ വഴി ക്യൂ നിന്നിട്ട് ഇദ്ദേഹത്തിന് മാമാജി എന്നാണ് പുള്ളി വിളിക്കുന്നത്, പുള്ളിക്ക് വോട്ട് ചെയ്തു. അങ്ങനെ BJP ജയിച്ചു.
ഇനി തമാശ അതല്ല, BJP ജയിച്ച് അധികം വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചു വന്ന ആദ്യം ചെയ്ത പണിയെന്ന് വെച്ചാൽ ചൗഹാനെ മാറ്റിയിട്ട് വേറൊരു മുഖ്യമന്ത്രിയെ കൊടുത്തു എന്നുള്ളതാണ്. ചൗഹാൻ പൊട്ടിക്കരഞ്ഞു എന്നാണ്. പൊട്ടിക്കരഞ്ഞു വെച്ചാൽ ഈ സ്ത്രീകളുടെ സ്നേഹം കണ്ടിട്ട് ഹിന്ദു പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ്, ഞാൻ ഉണ്ടാക്കി പറഞ്ഞില്ല. ഈ സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു. കാരണം ചൗഹാനെ പോലെ അവർ പ്രിയങ്കരായ ഒരു വ്യക്തിയെ മാറ്റിയിട്ട് വേറൊരു മുഖ്യമന്ത്രി, അതുവരെ കേൾപ്പോരും കേൾവിയില്ലാത്ത ഒരാളാണ് അദ്ദേഹം. മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ ഒരു ഹെവി വെയിറ്റ് താരം പോയിട്ടൊരു ഒരു ഫെദർ വെയിറ്റ് പോലുമല്ല. അങ്ങനെ ഒരാളെ കൊണ്ടുവരികയാണ്. ഇന്ന് വിജയ് യാദവ് എന്ന് പറഞ്ഞ മറ്റുള്ള അയാളുടെ പേര്, പുള്ളിയെ കൊണ്ടുവരികയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാവും. ചൗഹാനെ പക്ഷേ കേന്ദ്രത്തിൽ അക്കോമഡേറ്റ് ചെയ്തു. അദ്ദേഹം നിതിൻ ഗഡ്കരി കഴിഞ്ഞ പിന്നെ അടുത്ത ആൾ അദ്ദേഹമാണ്. അതായത് മോഡി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ജയശങ്കർ, നിർമ്മല സീതാരാമൻ കഴിഞ്ഞ അടുത്ത ആൾ നിതിൻ ഗഡ്കരിയാണ്. അത് കഴിഞ്ഞാൽ ചൗഹാനാണ്. ചൗഹാന് പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോ ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ കേന്ദ്രത്തിൽ ഇരുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ പറഞ്ഞ അത്രയും ഒരു വിജയ മുഹൂർത്തത്തിൽ ഈ പ്രധാനപ്പെട്ട നായകനെ മാറ്റി മുമ്പ് കേൾപ്പോരും കേൾവിയില്ലാത്ത ഒരാളെ കൊണ്ടുവരാൻ പാകത്തിന് അത്ര സാഹസികരാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം. അതാണ് ഞാൻ ആ പോയിൻ്റാണ് സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഗുജറാത്തിലും മുഖ്യമന്ത്രിയെ മാറ്റിയത്, ഗുജറാത്തിലും പഞ്ചാബിലും മുഖ്യമന്ത്രിമാരെ മാറ്റുന്ന ഒരേ സമയത്താണ്. പഞ്ചാബിലെ അമരീന്ദർ സിംഗ് കോൺഗ്രസ്സാണ്. അദ്ദേഹം നല്ല ജനസ്വാധീനമുള്ള ആളാണ്, തൻ്റെടിയാണ്, രാജകുടുംബാംഗമാണ്, അവിടുത്തെ ഒരു വലിയ കരുണാകരൻ എന്നുകൂടി പറയാം. അമരീന്ദർ സിംഗിനെതിരെ പട നയിക്കുന്ന വിമത നേതാവ് ക്രിക്കറ്റ് കളിക്കാരൻ നവജോത് സിംഗ് സിദ്ധുവാണ്. സിദ്ധുവിന് അങ്ങനെ വലിയ രാഷ്ട്രീയ പരിചയമൊന്നുമില്ല, ക്രിക്കറ്റ് കളിക്കാരൻ എന്ന രീതിയിലുള്ള ഒരു ഗ്ലാമർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമരീന്ദർ സിംഗിനെ മാറ്റിയിട്ട് പുതിയ മുഖ്യനെ തിരഞ്ഞെടുക്കാൻ നോക്കുകയാണ്. വലിയ തർക്കം ഈ ബഹളായി. നവജോത് സിംഗ് സിദ്ധുവിനെ പറ്റില്ല എന്ന് കുറേ പേര് പറഞ്ഞു. ഈ PCC പ്രസിഡന്റ് സുനിൽ ജക്കർ എന്ന് പറഞ്ഞ ആളാണ്, അദ്ദേഹത്തെയും പറ്റുകയില്ല എന്ന് വേറെ ചിലർ. അവസാനം ഇതുപോലെ കേൾപ്പോരും കേൾവിയില്ലാത്ത ചരൺജിത് സിംഗ് ചന്നി എന്ന് പറഞ്ഞ ഒരു വിദ്വാനെ പിടിച്ചിട്ട് മുഖ്യമന്ത്രിയാക്കുക. പരിണത ഫലം എന്ന് വെച്ചാൽ കൃത്യം ഒരു കൊല്ലം കൊണ്ട് പഞ്ചാബിൽ കോൺഗ്രസ് പറഞ്ഞ സ്ഥാനമില്ലുണ്ടായി. മനസ്സിലായില്ലേ? അത്ര വലിയ പരാജയം ഉണ്ടായി. അപ്പോൾ അത്ര വലിയ പരാജയമുണ്ട്. ഗുജറാത്തിലും ഏതാണ്ട് ഇതേ സമയത്താണ് മുഖ്യമന്ത്രി മാറ്റുന്നത്. അവിടെ വിജയ് രൂപാണിയാണ് മുഖ്യമന്ത്രി, നളിൻ പട്ടേലാണ് ഉപമുഖ്യമന്ത്രി. അപ്പോൾ ഒരു പട്ടേൽ സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു താല്പര്യം. പട്ടേൽമാർ ഒരു പ്രബല സമുദായമാണ്. CR പാട്ടീലാണ് അവിടുത്തെ BJPയുടെ PCC പ്രസിഡന്റ്. നളിൻ പട്ടേലാണ് ഉപമുഖ്യമന്ത്രി. അവസാനം പിന്നെ വേറെ ഒരുപാട് പേരുണ്ട്, പട്ടേൽമാരും പട്ടേലല്ലാത്തവരും ഒക്കെ ആയിട്ട് ഒരുപാട് യോഗ്യന്മാർ ഇങ്ങനെ ഈ ഹിന്ദുമതി സ്വയംവരത്തിന് രാജാക്കന്മാർ പോയ പോലെ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ഭരണവാലി ഇപ്പോൾ എൻ്റെ കഴുത്തിൽ വീഴും എന്ന് വിചാരിച്ച്. അങ്ങനെ വരുമ്പോൾ അമിത്ഷാ പെട്ടെന്ന് ഒരാളുടെ പേര് പ്രഖ്യാപിക്കുകയാണ്. ഈ യോഗത്തിലിരിക്കുന്നതിൽ 7ാമത്തെ റോയിലിരിക്കുന്ന ഒരാൾ ചൂണ്ടിക്കാണിച്ചിട്ട് ആ പുള്ളിയാണ് നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി എന്ന് പറയാം. അപ്പോൾ ഇദ്ദേഹം ആരാന്ന് വെച്ചാൽ ഭൂപൻ ഭായ് പട്ടേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം അറിയപ്പെടുന്ന നേതാവല്ല, ആദ്യമായിട്ട് നിയമസഭയിലേക്ക് ജയിച്ച ആളാണ്. പുള്ളി അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, കെട്ടിടങ്ങൾ പണിഞ്ഞു കൊടുക്കുന്ന ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരികയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു. അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി. കാരണം പുള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ശൂന്യതയിൽ നിന്ന് പല അത്ഭുതങ്ങളും ചെയ്യാൻ കഴിയും. ഈ തൊപ്പിയിൽ നിന്ന് മുയലിനെടുക്കില്ലേ, മാജിക്. ഞാനിത് പരിഹാസമായിട്ട് പറഞ്ഞാൽ ശരിക്കും ഇവർ ചെയ്യുന്ന പണി ഇതാണ്. ഇങ്ങനെയൊക്കെയുള്ള പല പയറ്റുകളും പയറ്റുന്ന പാർട്ടീസാണ്. പക്ഷേ ഇത് പയറ്റുന്നു എന്നുള്ള, അതിൽ വിജയിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഈ ഭൂപൻ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടും അവർ ജയിച്ചു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ. എനിക്കോട് ഗുജറാത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ 2ാമത്തെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞവിടെ ജയിച്ചത്. അപ്പോൾ അതെങ്ങനെ ജയിക്കാൻ കഴിയുന്നു എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ പലവിധ അഭ്യാസങ്ങളും ട്രിക്കുകളും ഒക്കെ ഉണ്ട്. ഒന്നും കാണാതെ അവർ വീട്ടിൽ ഇങ്ങനെ പരിപാടികൾ ചെയ്യുകയില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നതും ഇതുപോലെ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളുടെ പുറത്താണ്. അത് എന്തുമാത്രം വിജയിക്കുമെന്നൊന്നും പറയാൻ, ഒരു പ്രവചനം നടത്താൻ ഞാൻ ആളല്ല. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരു സാഹസമാണ്. നമ്മൾ സാധാരണ യുക്തിക്ക് വഴങ്ങുന്ന ഒരു തീരുമാനമല്ല. അതാണ് എനിക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ആൾ തികച്ചും രാഷ്ട്രീയതരമായ ഒരു രംഗത്തു നിന്ന് വരുന്ന ആളാണ്, ബിസിനസ്സുകാരനാണ്. നമുക്ക് വേണമെങ്കിൽ തമാശയായിട്ട് പരിഹാസമായിട്ട് ഇങ്ങനെ പറയും, ഇതുവരെയുള്ള BJPയുടെ നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയം ഒരു ബിസിനസ്സാക്കിയവരാണ്. ഇദ്ദേഹം അങ്ങനെയല്ല, ബിസിനസ് രാഷ്ട്രീയമാക്കിയ ആളാണ്. അതാണ് ഇത് തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം. ഒരു സംശയം കൂടി, അതായത് ഇപ്പോൾ ചെറിയൊരു കല്ലുകടി തുടക്കത്തിൽ കണ്ടു. VV രാജേഷിൻ്റെ വിഷയമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനെ തോൽക്കാൻ വേണ്ടി രാജേഷ് പ്രവർത്തിച്ചു, രാജേഷിൻ്റെ സമ്പാദ്യത്തെക്കുറിച്ച് അന്വേഷണം വേണം എന്നൊക്കെയുള്ള പോസ്റ്റർ പ്രചരണങ്ങൾ കണ്ടിരുന്നു. അല്ല, ഈ BJPക്ക് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ ശോഷണം, ഒരു മൂല്യച്യുതി എന്ന് പറയുന്ന സാധനമുണ്ട്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഒക്കെ പണ്ടേ തന്നെ വളരെ എന്താ പറയുക, വളരെ അധപ്പതിച്ച ഒരു നിലയിലേക്ക് എത്തി.
ചില വളരെ അപൂർവം നേതാക്കന്മാരെ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും വളരെ കറപ്റ്റാണ്, വളരെയധികം പണം ഉണ്ടാക്കിയവരാണ്. സമീപകാലത്ത് CPM-ൽ ഇതുപോലെ ഒരു വലിയ അപജയം നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല. ഈ രീതിയിലുള്ള ഒരു വലിയ ജീർണത അല്ലെങ്കിൽ അപജയം BJP-യിലുണ്ട്. ഇത് പരസ്യമായിട്ട് BJP-ക്കാർ സമ്മതിച്ചില്ലെങ്കിലും രഹസ്യമായിട്ട് അവർ നമ്മളോട് പറയും. ഇനി രഹസ്യമായിട്ട് അവർ സമ്മതിച്ചില്ലെങ്കിലും സത്യവാദമാണ്. കോൺഗ്രസ്സുകാർ 60 കൊല്ലം കൊണ്ടുണ്ടാക്കിയ ഒരു ജീർണത 10-15 കൊല്ലം കൊണ്ട് BJP-ക്കാരുണ്ടാക്കിയിട്ടുണ്ട്. പെട്രോൾ ബങ്ക് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കാശ് മേടിക്കുന്നതിലാണെങ്കിലും, അല്ലെങ്കിൽ അധികാര സ്ഥാപനങ്ങളുടെ പുറകെ പോകുന്നതിലാണെങ്കിൽ, ലോക്കൽ ബോഡിയിലേക്ക് ജയിക്കുന്ന BJP-ക്കാർ അതാത് ബോഡികളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ നോക്കിയാൽ വളരെ വ്യക്തമാണ്. വലിയ തോതിൽ ഈ ആളുകൾ ഭാഗ്യാന്വേഷികൾ BJP-ക്കകത്ത് കയറിയിട്ടുണ്ട്. പണ്ട് ഈ രാമൻപിള്ള സാറിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ രാജഗോപാലിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ പരമേശ്വരൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള സമർപ്പിത മനസ്കരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും ഇപ്പോൾ BJP-യിലില്ല. ഇനി വല്ലവരും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടായെന്ന് പറയാം. കുമ്മന രാജശേഖരനൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ചിലർ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും തന്നെ വയറ്റിപ്പഴപ്പ് പ്രസ്ഥാനക്കാരാണ്. മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കാൻ തയ്യാർ, നിയമസഭയ്ക്ക് മത്സരിക്കാൻ തയ്യാർ, ലോക്സഭയ്ക്ക് മത്സരിക്കാൻ തയ്യാർ, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തയ്യാർ. ഇങ്ങനെയുള്ള നേതാക്കന്മാരുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഈ പാർട്ടി മറ്റെല്ലാ പാർട്ടികളും പോലെ തന്നെ ജീർണാവസ്ഥയിലാണ് എന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ ദൂഷിപ്പുകളും ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് എതിരായിട്ട് വേല വയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം BJP ആ നിലയിലേക്ക് വന്നു, അതാണ് പ്രശ്നം. BJP-യിൽ പോലും ഇതുപോലുള്ള പാർലമെൻ്ററി വ്യാമോഹങ്ങൾ ധാരാളമായിട്ട് വർദ്ധിച്ചു. പിന്നെ ഇതിൽ നിന്ന് എന്ത് കിട്ടും, എന്ത് അങ്ങോട്ട് കൊടുക്കാമെന്നുള്ളതല്ല, ഇതിൽ നിന്ന് എന്ത് കൈയിട്ട് വരാൻ കിട്ടും എന്ന ചിന്താഗതി മിക്കവാറും നേതാക്കന്മാരുടെ ഇടയിൽ വളരെ പ്രബലമായി. അതുകൊണ്ട് VV രാജേഷ് ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അതുപോലെ ശ്രമിച്ച ആളുകളുണ്ട്, ഇനിയും ഉണ്ടാകുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടുള്ളൊരു സത്യം. അതിപ്പോൾ കല്ലുകടിയായിട്ട് കണക്കാക്കേണ്ടതില്ല. ഇന്നിപ്പോൾ രാഷ്ട്രീയത്തിൽ പൊതുവെയുള്ളൊരു യാഥാർത്ഥ്യമാണ് അത്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ്മാൻ ആയിട്ടുള്ള പൊളിറ്റീഷ്യന് കേരളത്തിലെ BJP എത്രത്തോളം ഉയരത്തിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.